ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടവർ ഡേറ്റും സമയവും കൃത്യമായി എടുത്തു വെക്കുക. ഈ നമ്പറിൽ വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നു. സ്ക്രോള് നോക്കി വിളിക്കുക. അതാണ്, ആ നമ്പർ വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് പാമ്പിനെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. പാമ്പ് എന്ന് പറഞ്ഞാൽ ഈ ബാബാ സുരേഷൊക്കെ പിടിക്കുന്ന ഈ രാജവെമ്പാല അതുപോലത്തെ പാമ്പല്ല. ജ്യോതിഷത്തിലൊരു പാമ്പുണ്ടല്ലോ, അതിനെ സർപ്പം എന്നും രാഹു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ പാമ്പ് പിഴച്ചു കഴിഞ്ഞാലുള്ള ഫലങ്ങൾ പലരും എന്നോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു, പക്ഷേ സർപ്പത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത് കാണുന്നില്ല. കാരണം അതെന്താണെന്ന് അറിയുന്നില്ല എന്ന് ഗൗരവത്തിൽ തന്നെ ഒരാൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചോദ്യം ന്യായമാണ്. എന്തോ ഞാനങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. ഈ നമ്മുടെ ഗ്രഹനിലയിൽ സാ എന്നും രാന്നും ഒക്കെ എഴുതി കാണും. അതാണ് സർപ്പം രാഹു എന്നൊക്കെ പറയുന്നത്. ചിലർ മുഴുവനായിട്ടും രാഹു എന്ന് തന്നെ എഴുതും. പിന്നെ സർപ്പി എന്നും എഴുതുന്ന ആളുണ്ട്. പാമ്പ് എന്നാരും എഴുതാറില്ല. പേടിച്ച് പോകണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം. കാരണം പാമ്പിനെ കൊണ്ടുള്ള നമ്മളെ ഇത് പണ്ട് മുതലേ പാമ്പ് എന്ന് പറഞ്ഞ ഒരു ഭയമുണ്ടാക്കുന്ന ജീവിയാണല്ലോ. ഏതായാലും ജാതകത്തിൽ രാഹു പിഴച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ വ്യക്തി അനുഭവിക്കുക എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. ഒന്ന്, അവരുടെ പിഴച്ച രാഹു, അതായത് 8 നിൽക്കുന്ന രാഹു വളരെ പിഴവാണ്. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, കണ്ണൂർ. പറയൂ, ഡേറ്റ് പറയൂ. 1987. ഹലോ 1987. ഹലോ ഹലോ, 6:35 കേൾക്കുന്നില്ലേ? ഓ, എന്താണ് സംസാരിക്കുന്ന? അല്ല, ജോലിന്റെ അറിയാണ്ടേ സർ. അതെ, നിങ്ങൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാവുന്നില്ലേ? വന്നിട്ടാണ്. ആ, ശരി. ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല സർ. അതെന്താണത്? എന്തോ ഒരു കുഴപ്പമുള്ള ജോലി ഇപ്പൊ ചെറിയൊരു ജോലിയുണ്ട്, വേറെ ജോലിക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. ശരി, 1987 അല്ലേ? ആ, സമയം 6:35 വൈകുന്നേരം. നിങ്ങളുടെ തന്നെയാണല്ലേ? ഓ, നിങ്ങളുടെ തന്നെയാണ്. തൃക്കേട്ട 1-ാം പാദം. എന്താണ് അറിയേണ്ട? ജോലി കിട്ടുമോ എന്നാണ്. നല്ല ജോലി കിട്ടുമെന്നല്ലോ അറിയാൻ വേണ്ടി. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് 38 വയസ്സ്. 38 വയസ്സായല്ലോ. 37 വയസ്സും 11 മാസമായി. ഇപ്പം നടക്കുന്നത് ആയിക്കോട്ടെ, ശുക്രദശയിൽ ബുധൻ്റെ അപഹാരമാണ് നടക്കുന്നത്. അത് 26. ശുക്രദശയിൽ ബുധൻ്റെ അപഹാരം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിപ്പോൾ നല്ല ഫലങ്ങൾ ലഭിക്കേണ്ടതാണ്, ഒരു നല്ല ജോലി കിട്ടുന്നതിനാണ്. അത് 26 6-ാം മാസം വരെ ഉണ്ട്. 26 6-ാം മാസം
അതായത് ഏതാണ്ട് 26 ഏതാണ്ട് 10 മാസം 11 മാസത്തോളം ഉണ്ടത്. അപ്പോൾ അതുകൊണ്ട് കഠിനമായ ശ്രമം നടത്തുക. കിട്ടിപ്പോകുമെന്നാണ് ഞാൻ നല്ല ജോലി കിട്ടും സാർ, കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ ജാതകം മൊത്തത്തിലൊരു എന്താ പറയുക, മനോബലം കുറഞ്ഞവനാണ്, കല്യാണത്തിൻ്റെ കാര്യത്തിൽ ദോഷമുള്ളവനാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷേ ഈ ജോലി സംബന്ധമായിട്ടുള്ള ഈ ഒരു കാര്യം ചോദിച്ചതിന് ഞാൻ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. അത് ഈ പറയുന്ന കാലത്തിനുള്ളിൽ ഒരു മാറ്റം വരും. പിന്നെ സൂര്യദശ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചിങ്ങത്തിൽ നിൽക്കുന്ന സൂര്യനല്ലേ, വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. ഉണ്ടാവില്ല. അതൊന്നും ഇവിടെ ഈ ജാതകം വെച്ച് അതൊന്നും വാഗ്ദാനം തരാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ജാതകത്തിൻ്റെ കിടപ്പുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഉറപ്പൊന്നും തരാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അല്ല, ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ജോലിയുടെ നിങ്ങൾ ചോദിച്ച കാര്യത്തിന് മാത്രമേ പോസിറ്റീവായിട്ട് പറയാൻ പറ്റൂ. കാരണം നിങ്ങളുടെ ജാതകത്തിൽ പിന്നെ നിങ്ങൾക്കൊരു ഭയങ്കര കുഴപ്പമുള്ള പണം നിൽക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. വരുന്ന പൈസ മുഴുവൻ തീർന്നു പോകുക എന്നുള്ളൊരു ബലമുണ്ട്. നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കില്ല എന്നുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ അത് ജാതകത്തിലുള്ള ദോഷമാണ്. അതൊക്കെ ചെയ്യാനൊക്കെ പിന്നെ വലിയ മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ, പിന്നെ ശ്രീസൂക്തം പോലെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചാൽ മാറ്റം വരും. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് അതിനോട് അത്തരത്തിലുള്ള ഇതൊന്നും ഉള്ള ആളൊന്നും ആയിട്ട് ഇവിടെ കാണുന്നില്ല. ദൈവിക വിഷയത്തിലൊന്നും നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വല്ല പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണുക. ഓക്കെ. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണുക. നിങ്ങളിപ്പോൾ എവിടുന്നാണ് വിളിക്കുന്നത്? അങ്ങനെ ഒരു ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു വർത്തമാനമില്ലല്ലോ. എങ്ങനെ കഷ്ടപ്പാട്, ദാരിദ്ര്യം അങ്ങനെയൊന്നും? നിങ്ങളിപ്പോൾ എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പയ്യന്നൂർ. നിങ്ങൾ എവിടെയാ ജോലി ചെയ്യുന്നത്? അവര് ആഫ്രിക്കയില്. ആര്? മകള്. അവരച്ഛനാ ഞാൻ വിളിക്കുന്നത്. അതാണ് നിങ്ങളുടെ ആകെ കുഴപ്പമായി കളഞ്ഞല്ലോ. നിങ്ങളാകെ കുഴപ്പമാക്കി കളഞ്ഞല്ലോ. നിങ്ങളെ ജാതകമാണെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്? നിങ്ങളുടെ ജാതകമാണെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്? അതാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഫലങ്ങളെല്ലാം വ്യത്യാസമല്ലേ? അത് മൊത്തം വ്യത്യാസം വരില്ലേ? ആണിൻ്റെ അതാകെ ഈ പറഞ്ഞതെല്ലാം മായ്ച്ചു കളയൂ. ഇത് പെണ്ണിൻ്റെ ആകുമ്പോൾ ഫലത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ഇവിടെ ഇപ്പോൾ 7ാം ഭാവം കൊണ്ടപ്പോൾ ചിന്തിക്കേണ്ടത് ഭർത്താവിൻ്റെ അവസ്ഥയാണ്. ഇവിടെ ഈ ഇങ്ങനെ പെണ്ണിൻ്റെ ജാതകം ചിന്തിക്കുമ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുന്ന സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പിന്നെ ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങൾ നിശ്ചയമായിട്ടും ദാമ്പത്യ ജീവിതം വലിയ രൂപത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാക്കി തീർക്കുമെന്നാണ്. നിങ്ങളുടെ ജാതകത്തിലാണെങ്കിൽ അത് നേരെ തിരിച്ചിട്ടാണ് അനുഭവം വരിക. അത് നിങ്ങളെ അല്ലല്ലോ ഈ ജാതകം. നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ മകളെയാണെന്ന് പറയണ്ടേ? അത് ഞാനും എൻ്റെ അടുത്ത് തെറ്റുപറ്റി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നിങ്ങളുടെ മകൾക്ക് ഇപ്പം കുറച്ച് ഉയർച്ച വരേണ്ട സമയം തന്നെയാണ്. അവളിപ്പം ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതെ, വലിയ ജോലി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറിയ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? തീരെ ചെറിയ ജോലിയാണോ? ശമ്പളമില്ലെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, അവളുടെ സാലറി അവള് തൃപ്തിയല്ലേ? പിന്നെ എന്താണ് കമ്പനി? ഏത് കമ്പനി ആയാലും എന്താണ്? ഒന്നുമില്ല. അല്ല, അങ്ങനെ ഭാവിയിൽ നല്ല ഇതുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഭാവി കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഫലങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ വന്നുപോയി. അത് തെറ്റും അദ്ദേഹത്തിൻ്റെ തെറ്റും രണ്ടും കൂടി ആയി. അപ്പോൾ ആരുടേതാണെന്ന് പ്രത്യേകം പറയണം. പിന്നെ എന്താ പറയുക,
രണ്ടുപേർക്കും ഉണ്ടാകുന്ന ഒരേ ഗ്രഹസ്ഥിതിയാണെങ്കിൽ പോലും രണ്ടുപേർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ വളരെ വളരെ വ്യത്യാസമുണ്ടാവും. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ. ജെൻഡറിന് വലിയ പ്രാധാന്യമുണ്ട്. മൂന്നാം ലിംഗത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല ജ്യോതിഷം. അത് ഉണ്ട്, ഇല്ലെന്നല്ല. ക്ലീവോസ്തൻ എന്നൊരു വാക്കുണ്ട്. പക്ഷെ അത് ക്ലീവോസ്തൻ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കെട്ടവൻ എന്നാണ് അതിനെ. അത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാം ലിംഗക്കാർ കേസ് കൊടുത്ത് കളയും. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള വാക്കൊന്നും, ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഈ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഇങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. വലിയ പ്രശ്നമാണ്. നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത്തരം വാക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ കേസ് പോവും ചിലപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ ക്ലീവോസ്തൻ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അത് പെണ്ണിൻ്റെ ജാതകത്തിൽ അത് 7ാം ഭാവത്തിൽ ശനി ബുധനോട് യോഗം ചെയ്താലാണ് ഭർത്താവ് ക്ലീവോസ്തനാവുക എന്നുള്ളൊരു ഫലം വരും. എന്ന് വെച്ചിട്ട് ആ ശനിയും അവിടെ അവർ സ്വക്ഷേത്രത്തിലാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. വെറുതെ ജാതകം എടുത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഭാര്യമാർ എൻ്റെ ഭർത്താവ് ക്ലീവോസ്തനാണോ നോക്കിയാൽ ശരിയാവില്ല. കാരണം അത് ചില പ്രത്യേക രാശിയിൽ നിന്നാൽ മാത്രമാണ് ക്ലീവോസ്തൻ എന്നുള്ള ഫലം. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കിട്ടിയ മഹാഭാഗ്യവാന്മാരായ സ്ത്രീകളുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് എൻ്റെ മുമ്പിൽ. എല്ലാ കഴിവുമുള്ള അല്ല, എല്ലാവർക്കും എല്ലാ കഴിവും കൊണ്ടല്ല ഭൂമിയിൽ എല്ലാവരും വരുന്നത്. അത് അങ്ങനെ ഉള്ള സ്ഥലത്ത് സ്ത്രീക്ക് കഴിവുണ്ടായാലും മതി. രണ്ടുപേർക്കും കഴിവില്ലെങ്കിൽ മക്കളുടെ കാര്യം കട്ടപ്പോകാം. ചില വീട്ടിൽ അങ്ങനെയാണ് സ്ത്രീകൾ ഭരണം ഏറ്റെടുക്കുന്നത്. ആണ് അയാളുടെ ഡ്യൂട്ടി വേണ്ടത്ര ചെയ്യാൻ കഴിവില്ലാതെ വരുമ്പോൾ പെണ്ണ് അത് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഏറ്റെടുക്കാൻ പെണ്ണ് തയ്യാറില്ലെങ്കിൽ ആ കുടുംബമേ തകരാറായി പോകും. കാരണം മക്കളെ പഠനമൊക്കെ ആകെ ഇതാവും. ഒരു കാര്യത്തിലും വീടിനെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ചില ആണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഗൃഹനാഥൻ എന്നുള്ള രൂപത്തിൽ അയാളുടെ കൃത്യമായ ഡ്യൂട്ടി ചെയ്യാതെ മദ്യപിച്ചൊക്കെ നടക്കുന്ന ചില ആൾക്കാരില്ലേ. മദ്യപിക്കേണ്ടെന്നല്ല, വല്ലപ്പോഴും ഒരു ലാർജ് വിടുന്നതും നിരന്തരം കുടിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്നവരെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മദ്യപിക്കാതെ ഇപ്പോൾ ആരാ ഉള്ളത്? സർക്കാർ ഈ കണ്ട ബീവറേജൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് മനുഷ്യന്മാർക്ക് കുടിക്കാനല്ലേ. ദാഹജലം വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഒരു കോളുണ്ട്. ഹലോ 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 കോള് കട്ടായെന്ന് തോന്നുന്നു. ഹലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് സർപ്പത്തെക്കുറിച്ചാണ്. സർപ്പം നാഗദോഷം എന്ന് പറയുന്നത് ലഗ്നത്തിലും 5ലും 9ലും നിൽക്കുമ്പോഴാണ് നാഗദോഷം ഒരു ജാതകക്കാരന് നമ്മൾ പറയുന്നത്. അത് മുജ്ജന്മം കൊണ്ട് അവർക്ക് നാഗദോഷമുള്ളവരാണെന്നവരെ പറയാം. സന്താന വിഷയത്തിലും മറ്റൊക്കെ അത് തിരിച്ചടി ഉണ്ടാക്കും. സന്താനങ്ങൾക്ക് ഐശ്വര്യക്കുറവ് വരിക, 5ലാണെങ്കിൽ ഗർഭം അലസിപ്പോവുക സ്ത്രീയുടെ ജാതകത്തിൽ, 9ലാണെങ്കിൽ സന്താനങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും നിന്ന സന്താനങ്ങൾക്ക് നാശം വരിക, പൊതുവെ ഭാഗ്യഹാനി ഉണ്ടാവുക. ഇങ്ങനെ ഇതൊക്കെ ഒറ്റ ഗ്രഹത്തിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൂടാ. അത് മറ്റ് ഗ്രഹങ്ങൾ അതിനെ പരിഹരിക്കുന്ന ഉണ്ടെങ്കിൽ അത് മാറ്റം വരും. പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെയും മറ്റൊക്കെ ദൃഷ്ടി അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യാഴം യോഗം ചെയ്താൽ ഈ പറയുന്ന ഫലങ്ങളെല്ലാം പിന്നെ ഇല്ലാതായി പോവുകയോ അല്ലെങ്കിൽ കുറയ്ക്കാനോ വ്യാഴത്തിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ജാതകം വെറുതെ പ്രൊഫഷണലായിട്ട് പഠിക്കാത്തവരെ വെച്ചിട്ട് നോക്കുന്നതും, അല്ലെ സ്വയം ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ട് അത് അയ്യോ എൻ്റെ കാര്യം പോക്കാണ് എന്ന് വിചാരിക്കുന്നതൊക്കെ വലിയ ആപത്താണ്. അങ്ങനെ ചെയ്യരുത്. കാരണം ഈ ജ്യോതിഷത്തിൽ ഒരുപാട് അമെൻഡ്മെൻറ്റുകളുണ്ട്, ഭേദഗതികൾ. അത് മനസ്സിലാക്കാതെ ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്നും ഉടനെ തന്നെ അത് ഭയങ്കര പിഴവാണ്,
എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ അത് വലിയ കുഴപ്പം ചെയ്യും. ഇപ്പോൾ അഷ്ടമത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ ആരും കാണാതെ എടുത്ത അസുഖം എന്നൊരു വർത്തമാനം. മിക്ക ആൾക്കാർക്കും അർശസ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. ശരി, പക്ഷേ അതെല്ലാ രാശിയിലും അത് ബലിക്കില്ല. അവിടെയാണ് ഈ തെറ്റായ രൂപത്തിൽ കുറച്ച് അരവൈദ്യൻ ആളെ കൊല്ലൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. എന്ന് വെച്ചിട്ട് ഞാനിപ്പം തികവൈദ്യനൊന്നുമല്ല. അശ്വിനി ദേവതകളെ പോലെ എല്ലാം പഠിച്ചിട്ടിങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മേനെ ചികിത്സിക്കുന്ന അശ്വിനി ദേവതകളില്ലേ, ദാരികനുമായിട്ടുള്ള യുദ്ധത്തിൽ മുറിവേറ്റ അമ്മയെ ചികിത്സിക്കുന്നത്, അതുപോലത്തെ വൈദ്യനൊന്നും അല്ല. അഷ്ടവൈദ്യന്മാരെ കൂട്ടത്തിൽ പെട്ട് അങ്ങനെയുള്ള പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഏതായാലും അരവൈദ്യനല്ല, ഏതായാലും മുഴുവൻ തികഞ്ഞ വൈദ്യനാണെന്ന് വെച്ചാൽ അതുമല്ല. അത് ഒന്നാമത് ജ്യോതിഷത്തിന് ഒരു ശാപം പോലെ ഉണ്ടല്ലോ, സുബ്രഹ്മണ്യൻ്റെ കിട്ടിയ ശാപമാണല്ലോ. ആദ്യത്തെ ജ്യോതിഷി സുബ്രഹ്മണ്യനാണല്ലോ. ഒരുത്തനും അത് പൂർണ്ണമാവില്ല, അത് വേറെ കാര്യം. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചെറുകുന്ന്. പറയൂ, ഡേറ്റ് പറയൂ. 2003 ഫെബ്രുവരി 11 2:25 PM. രണ്ട് 25 PM. രോഹിണി നക്ഷത്രം. ആരുടേതാണെന്ന് പറയൂ. മോളതാണ്. എന്താണ് മോളെ കൊണ്ട്? പിന്നെ BMS പഠിക്കുന്നതാണ്. ശരി, ഫൈനൽ ഇയർ ആണ്. ഓക്കെ. ശ്രമിച്ചാൽ കിട്ടുമോ? നല്ല ജാതകമാണല്ലോ. ഒരു എന്താണ് ഇപ്പം നടക്കുന്ന രാഹുവിൽ ശുക്രൻ്റെ അപഹാരമാണ്. ഇപ്പോൾ 27 മാസം വരെ 2 കൊല്ലം 1 മാസം കൂടി ശുക്രൻ്റെ അപഹാരമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് കോഴ്സ് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ വ്യാഴം, അത് ശരിയായ വളർച്ച ഈ കുട്ടിക്ക് വ്യാഴത്തിൽ മാത്രമാണ് കാണുന്നത്. അത് 2031 ശേഷമാണ്. അത് ഇപ്പം 22 വയസ്സ്, 2031. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി 5 കൊല്ലം കഴിഞ്ഞാലാണ് ശരിയായ ഐശ്വര്യപ്രദമായ 27 വയസ്സ് മുതൽ അങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. അതൊരു നല്ല കറക്റ്റ് സമയമാണല്ലോ. അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതയും ഉണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ ഇതിൻ്റെ തന്നെ PG ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്, സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം ഈ വ്യാഴം അത്രമാത്രം ഉയരത്തിലെത്തിക്കുമെന്നാണ്. അപ്പോൾ അതിന് കണക്കായ രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റ് ശരിയായിരുന്നാലല്ലേ അത് നടക്കുള്ളൂ. ആരോടെങ്കിലും ഒരു അടുപ്പമുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ നടക്കുന്നുണ്ട് ഒരാള്, പക്ഷെ അത് ഓർക്കില്ല എന്നാണ്. അത് പെണ്ണല്ലേ, അവസാനം ഇങ്ങനെ പുറകെ നടന്ന് അതങ്ങോട്ട് ചായും. അത് പെണ്ണ് ബുദ്ധിയുള്ള പെണ്ണ് മെല്ലെയല്ലേ. അത് തന്നെ മിക്കവാറും എല്ലാം. അതിപ്പോൾ ഈ നിങ്ങളെ മോള് മാത്രമല്ല, എല്ലാ പെൺകുട്ടികളും ഇപ്പം അങ്ങനെയല്ലേ. അത് പണ്ടത്തെ ഈ ജാതകം വെച്ചിട്ട് നിങ്ങളുടെ മകൾക്ക് പ്രണയവിവാഹമാണ് ഞാൻ കാണുന്നത്. അത് പിന്നെ ഗുണം ചെയ്യും എന്നുള്ളൊരു ബലവും കൂടി ഞാൻ പറയുന്നു. അതുകൊണ്ട് പിന്നെ ആരോ എന്താന്ന് ഇതെന്തോ മഹാപാപാണെന്നും വിചാരിച്ചിട്ട് പണ്ട് ശിവൻ മുതൽ ഇങ്ങോട്ട് എല്ലാവരും പ്രേമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശിവനും പാർവതിയെല്ലാം നല്ല ജീവിതം തന്നെയാണ് നയിച്ചത്. അതുകൊണ്ട് പ്രേമത്തിനൊന്നും അങ്ങനെ വെറുതെ നെഗറ്റീവായിട്ട് കാണേണ്ടയില്ല എന്ന് അവളോട് പറയൂ. അതായത് ജാതക വിധിയാണ്. പിന്നെ ഇപ്പമുള്ള ഈ സർപ്പദശ വളരെയേറെ ദോഷകരമായ സാധനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യം ചെയ്യുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് മാത്രം. അത് പ്രേമമൊന്നുമല്ല, എല്ലാ വിഷയത്തിലും ഭയങ്കര ആലോചിച്ചിട്ട് ചെയ്യേണ്ട. 12-ൽ വീഴ്ചയൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം.
അതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ വളരെ ശ്രദ്ധിക്കാൻ പറയണം. വാഹനമെല്ലാം ഇപ്പം വാഹനം ഉപയോഗിക്കാതെ ആണും പെണ്ണും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സമയം വളരെയേറെ രാഹു 12-ലെ രാഹുവാണ്. 12-ൽ രാഹു നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഈ കാലിനും മറ്റൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ ലഗ്നാധിപൻ അഷ്ടമസ്ഥിതി വന്നിട്ടുണ്ട്. അത് ആരോഗ്യപരമായിട്ട് അവിചാരിതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ള ഒരു ഫലങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതും ഈ ജാതകപ്രകാരം വളരെ നല്ലതാണ്. അപ്പോൾ ഇവൾ അത്തരത്തിലുള്ള വ്യാഴത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് ദൈവികമായ കാര്യങ്ങളിലെല്ലാം വളരെ താല്പര്യമുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ നിങ്ങളൊന്ന് ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കുമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആ പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെയേറെ ഗുണം ചെയ്യും. എന്നാൽ പെട്ടെന്നാണ് ഇത്തരം ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. പിന്നെ ഈ അത്തരം ഗ്ലാമറും കുറച്ച് കൂടുതലാണല്ലോ, അതും കണ്ണൊക്കെ തട്ടും എന്നൊക്കെയാണ് പറയുക. മുഖത്ത് നോക്കി ആരും നിലത്ത് നോക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ ഇപ്പം അപരിഷ്കൃതമായ ഭാഷയായിട്ടൊക്കെ പറയാം. ആൾക്കാർ പറഞ്ഞേക്കാം ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലെ വർത്തമാനമാണ് പറയുന്നതെന്നൊക്കെ. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ അതിനുള്ള എല്ലാ സംഗതിയും നിങ്ങളുടെ മകൾക്കുണ്ട് എന്നുള്ളതാണ് ഞാനത് പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാം ഒത്തുവന്നൊരു പെണ്ണാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അപൂർവമായിട്ടാണ് അങ്ങനെ ഒത്തുവരിക. അപ്പോൾ കോഴ്സെല്ലാം അവൾ എന്തായാലും 2-ൽ വ്യാഴം നിൽക്കുന്നവർക്ക് പഠന കാര്യത്തിലൊക്കെ വളരെ നല്ല നിലയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പിഴച്ചിരിക്കുന്ന രാഹു ആയതുകൊണ്ട് അവിചാരിതമായ അനർത്ഥം എന്നൊരു ബലമുണ്ട്. അത് പിന്നെ ശനിയും ജാതകത്തിൽ പിഴച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരങ്ങൾ ചെയ്യണം. അത് ഭാഗ്യക്കേടും കൂടിയാണ്. ഇപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുന്നൊരു ജാതകം, അപ്പോൾ ഭാഗ്യം അത് ശരിയാക്കിയെടുത്താൽ വളരെ ഗുണം ചെയ്യും. അത് നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ ബന്ധപ്പെടൂ, വിളിക്കൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ഉള്ള സമയദോഷത്തിനാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത്. പിന്നെ ജാതകത്തിലെ ഭാഗ്യഹാനിക്കും അതിന് വേണ്ട രത്നങ്ങൾ ഉപയോഗിക്കുക, അത്തരത്തിലുള്ള മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത്തരം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടണം. ഓക്കെ 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 ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ രാഹു അങ്ങനെ ഇപ്പം വിളിച്ച കോളറോട് ഞാൻ സംസാരിച്ചത് നിങ്ങൾ കണ്ടല്ലോ. രാഹു പിഴച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രാഹു 12-ലൊക്കെ 6-ൽ രാഹുവിന് കുഴപ്പമില്ല. അതുപോലെ 3, 11 അതൊന്നും 10-ാം ഭാവം അതൊന്നും കുഴപ്പമില്ല. ഏറ്റവും 7 എന്നാൽ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ നാഗദോഷം പറയുന്നത് അത് ജ്യോതിഷത്തിലെ പഴയ കണക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ പാമ്പിൻ്റെ മുട്ട നശിപ്പിക്കുക, പിന്നെ പാമ്പിൻ്റെ പുറ്റ് തകർത്ത് കളയുക, പാമ്പും കാവ് അശുദ്ധമാക്കുക, ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്. ജ്യോതിഷത്തിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല. കാലം മാറി ഇത് ഇപ്പം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ എന്തോന്ന് പറയുന്നതെന്നുള്ള രൂപത്തിൽ ചിന്തിച്ചേക്കാം. അതിന് ഞാൻ എന്ന് വെച്ചിട്ട് ഞാനിത് സയൻസായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ എനിക്ക് ആ രൂപത്തിലല്ലാതെ വർത്തമാനം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആത്മാവിനെ വഞ്ചിക്കുന്ന പരിപാടിയായി പോകും. ജ്യോതിഷം തന്നെ ഇതിനെ ഷാഡോ ഗ്രഹങ്ങൾ, നിഴൽ ഗ്രഹങ്ങൾ എന്നൊക്കെയാണ് രാഹുവിനെയും കേതുവിനെയും വിശേഷിപ്പിക്കുന്നത്. പിന്നെ ആസ്ട്രോണമിയിലൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. അവിടെ അത് വേറെ ആണ്. ആസ്ട്രോളജി വേറെ, ആസ്ട്രോണമി വേറെ. അത് ജ്യോതിശാസ്ത്രമാണ്, ഇത് ജ്യോതിഷമാണ്. അപ്പോൾ ജ്യോതിഷത്തിൽ രാഹുവിന് സ്ഥാനമുണ്ട്. പക്ഷെ രാഹുവിൻ്റെ ആ ജാതകം കൊണ്ട് രാശിയിൽ പറയുന്ന വേറെ കണക്കുണ്ട്. ജാതകം കൊണ്ട് ഈ ലഗ്നത്തിലും 5-ലും 9-ലും നിൽക്കുന്ന രാഹുവിനെ കൊണ്ടാണ് നാഗദോഷം ചിന്തിക്കുക. ആ നാഗദോഷത്തിൽ 9-ാം സ്ഥാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 9-ൽ രാഹു നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കായാലും ആ ദശയിൽ അവർക്ക് പലതരത്തിലുള്ള ദോഷാനുഭവങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുഭദൃഷ്ടിയൊന്നും ഇല്ലെങ്കിൽ
അവർക്ക് ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് വസ്തുതയാണ്. അതേപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവും ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രാഹുവാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ. നമസ്കാരം. നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 12/9/58. സമയം രാവിലെ 4:46. മകനക്ഷത്രം. അതെ. എന്താണ് അറിയേണ്ട വിഷയം? വെച്ചാൽ എൻ്റെ ഏട്ടൻ, എൻ്റെ അച്ഛൻ, എൻ്റെ ഏട്ടൻ, എനിക്കും എൻ്റെ ജ്യേഷ്ഠനും വേണ്ടി ഒരു സ്വത്ത് എഴുതി വെച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. 40 വർഷം മുമ്പാണിത്. അപ്പോൾ ഇപ്പൊ അത് സബ് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ഏട്ടൻ വിസമ്മതിക്കുന്നത്. ഞാൻ ഒരുപാട് അവരോട് റിക്വസ്റ്റ് ചെയ്തു. അവരുടെ കയ്യിലാണ് ആധാരമൊക്കെ ഉള്ളത്. അപ്പോ ഇപ്പൊ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി, 25 വർഷമായി. ഇത് എഴുതി വെച്ചത് 40 വർഷത്തിന് മുമ്പാണ്. ഞങ്ങൾക്ക് ജോയിന്റ് ആയിട്ട് എഴുതി വെച്ച. അപ്പോ സബ് പാർട്ടീഷൻ ചെയ്യുന്നതിന് അദ്ദേഹം പല പ്രാവശ്യം ഞാൻ സമീപിച്ചിട്ട് ചെയ്യുന്നില്ല. ഒരു പ്രാവശ്യം എന്റെ വക്കീലെത്തിയപ്പോ ഇദ്ദേഹം നാട്ടിൽ ബോംബെയിൽ ജോലി തന്നെയാണ്. അപ്പൊ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. ഞാൻ പിന്നെ ലാസ്റ്റിൽ എന്ത് വെച്ചാൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. അതും അദ്ദേഹം കൈപ്പറ്റാൻ വളരെ ബുദ്ധിമുട്ടി. ഞാൻ 2-3 തവണ പിന്നെ കോടതിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അയച്ച് കേസ് ഫയൽ ചെയ്ത് ഇപ്പൊ കേസ് കോടതി കേസിലേ ഉള്ളത് 2-3 വർഷമായിട്ട്. ഇതിലെനിക്ക് അനുകൂലമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാനായിരുന്നു. അല്ല, ഈ കാര്യം നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്തതാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം വ്യാഴദശ തുടങ്ങി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് പിന്നെ വേറെ സംശയമൊന്നും വിചാരിക്കേണ്ടയില്ല. അത് ഞാൻ ഒരു തവണ പറഞ്ഞാൽ 100 തട സ്വന്തം മാതിരിയാണ്. രജനീകാന്ത് പറഞ്ഞ പോലെയാണ്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു. അല്ല, അത് ഈ സിവിൽ, ഞാൻ ചോദിക്കുന്നത് സിവിൽ കേസല്ലേ? അത് സിവിൽ കേസ് അങ്ങനെ പെട്ടെന്ന് നടപടിയാവില്ലല്ലോ. ഇപ്പം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ വിചാരണ തടവുകാരായിട്ട് ഇന്നലെയോ മറ്റോ ഒരു വാർത്ത ഞാൻ വായിച്ചു. എത്രയോ ലക്ഷക്കണക്കിന് ആളാണ് കോടതിയിൽ വിചാരണ തടവുകാരായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളെ ഇന്ത്യൻ കോടതികളുടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ സിവിൽ കോടതിയിലുള്ള കേസായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലേറ്റ് ആവുമല്ലോ. പക്ഷേ ഈ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമാണ്. അത് നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടും, അത്ര തന്നെ. അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ ഏതൊരു വ്യക്തിക്കും ഈ രാഹു എങ്ങനെയാണ് അനുഭവങ്ങൾ വരിക എന്നുള്ളത്, ഇപ്പം പിന്നെ അഷ്ടമത്തിൽ രാഹു നിന്ന് കഴിഞ്ഞാലുള്ളൊരു ഫലം അതിൻ്റെ പൂർണ്ണതയിൽ ചില ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അതിൽ പ്രധാനമായിട്ടും അഷ്ടമത്തിലോ 9-ലൊക്കെ മാതാപിതാക്കളുടെ മരണം ആ സമയത്താണ് അധിക പേർക്കും നടക്കുന്നത് കാണുന്നത്. എന്ന് വെച്ചിട്ടിപ്പം രാഹുവിൽ അങ്ങനെ തന്നെ അച്ഛനും അമ്മയും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അധിക പേർക്കും കണ്ടുവരുന്നു. 18 കൊല്ലത്തെ രാഹുവിൻ്റെ ഇടയിൽ ബലിവെക്കേണ്ടവർ മരിച്ചു പോവുക എന്ന് ഒരു ഫലം. അത് ശനിയിലും ഉണ്ടാവാം. പിന്നെ എന്താണ്, രാഹുവിനെ ശനിയെപ്പോലെ ചിന്തിക്കണമെന്നുണ്ട്, കേതുവിനെ ചൊവ്വേനെ പോലെ. ഭൗമസാമ്യം ഫലൻ കേതു. അങ്ങനെ ചൊവ്വയെ പിന്നെ രാഹുവിനെ പോലെ ചിന്തിക്കാം എന്നൊരു ചൊല്ലും കൂടി ജ്യോതിഷപരമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനീ പറഞ്ഞത് പലർക്കും അനുഭവത്തിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്. രാഹുവിൻ്റെ തുടക്കവും അവസാനവുമായിരിക്കും ഈ ദോഷങ്ങൾ അവർക്ക് അനുഭവത്തിൽ വരിക. അവസാനമൊക്കെ ആണെങ്കിൽ 50 വയസ്സൊക്കെ ഉള്ളൊരു മനുഷ്യൻ്റെ, അയാളുടെ അച്ഛനും സാധാരണഗതിയിൽ 10-80 വയസ്സൊക്കെ ഉണ്ടാവുമല്ലോ. അത് പിന്നെ വിഷയമല്ല. ചിലർക്ക് ചെറുപ്പത്തിലങ്ങ് പോവും, അതാണ് വിഷയം. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
പയ്യന്നൂരിന്നാ വിളിക്കുന്നത്. പയ്യന്നൂരിന്ന് പറഞ്ഞോളൂ. ആ 6 മോളതാണ്. ആ 1995 ഫെബ്രുവരി 6 ഉച്ചക്ക് 12:54. അശ്വതി നക്ഷത്രം അതെ അതെ. എന്താണ് നമുക്ക് ജോലി അറിയാം. PSC എല്ലാം നോക്കുന്നുണ്ട്, അത് കിട്ടുമോ? ഇപ്പം നടക്കുന്ന ചന്ദ്രദശയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രൻ വലിയ കുഴപ്പമുണ്ടാവില്ല. ജാതകപ്രകാരം 10ാം ഭാവത്തിന് നല്ല ശക്തിയുണ്ട്. 10ാം ഭാവോതി ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ PSC ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. പിന്നെ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകമാണ്. നല്ല ദൈവാനുഗ്രഹമുണ്ട്. അതുകൊണ്ടൊന്ന് നന്നായിട്ട് ശ്രമിച്ചു നോക്കാൻ പറയൂ. പിന്നെ ഇപ്പോൾ ഉള്ള ഏരശനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് തടസ്സങ്ങൾ വരുത്തുക. ആ തടസ്സങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏരശനിയുടെ ദോഷം തുടങ്ങിയല്ലോ. ഇപ്പം കുറച്ച് മാസമായിട്ട് 2-3 മാസമായല്ലോ. അപ്പോൾ അത് അമ്പലത്തിലെല്ലാം പോയി അതൊക്കെ കത്തിച്ചോട്ടെ, അതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഈ പിന്നെ അയ്യപ്പനും ഹനുമാർക്കും ഒക്കെയാണ്. നിങ്ങളീ പറഞ്ഞ ശാസ്താക്ഷേത്രത്തിലാണല്ലോ എള്ളുതിരി കത്തിക്കുന്നത്. അതും നല്ലത് തന്നെയാണ്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അതോടൊപ്പം ഇന്ദ്രനീലം ധരിക്കുന്നുണ്ട്, വളരെ നല്ലതാണ്. അത് ജോലി ലഭിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ ജാതകം വെച്ചിട്ട് അതിന് വലിയ ബലമുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഏരശനിയും നമ്മളെ ചുണ്ടത്തെത്തുമ്പോൾ തട്ടിപ്പോകുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാം ഒത്തു വരുമ്പോൾ ഇങ്ങനെ ഒരു തടസ്സം സൃഷ്ടിക്കാൻ ഏരശനിക്ക് സാധിക്കും. അപ്പോൾ ഈ ജാതകപ്രകാരം തുലാലഗ്നം അല്ല ഇടവലഗ്നം 9ഉം 10ൻ്റെ അധിപനാണ് ശനി. ധർമ്മ കർമ്മപതി എന്ന് പറയും. അപ്പോൾ അതിന് ഭാഗ്യപതിയും കൂടി, ധർമ്മപതി എന്ന് പറഞ്ഞാൽ ഭാഗ്യപതിയും കൂടിയാണ്. അപ്പോൾ ഭാഗ്യത്തിനെ വർദ്ധിപ്പിക്കുക, അത്തരത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നതൊക്കെ ഇതാവുള്ളൂ. അപ്പോൾ അവളോട് പറയൂ ഇങ്ങനെ പറഞ്ഞു എന്ന്. നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത്? കുഞ്ഞിമംഗലം. ഓക്കെ. ശരി. അവിടെ തന്നെ കാര്യമാരുണ്ടല്ലോ. അവിടെ അതെ, അതൊക്കെ ഇവിടെ 7ാം ഭാവത്തിൽ വ്യാഴമില്ല, അതിനൊന്നും കുഴപ്പം കാണുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ പെർട്ടിക്കുലറായിട്ട് മറുപടി പറഞ്ഞത്. അതെ, അതാണ് അതിനു ഞാൻ മറുപടി പറയണല്ലോ. അപ്പം അതിൻ്റെ പരിഹാരമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇപ്പോൾ ചെയ്യുന്ന ദൈവിക കർമ്മങ്ങളൊക്കെ തുടർന്ന് പോകട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ. ഇന്ദ്രനീലം. ഓക്കെ. അതല്ല, ഇത് ഒന്നും കൂടി കേൾക്കണേ. അതന്നിപ്പം മനസ്സിന് വല്ലാതെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ. എങ്ങനെ പഠിക്കുന്നുണ്ട്, അത് ശരിയാവുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി, സംഗതി മനസ്സിലായി. എന്നാലും വിഷമം കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഞാൻ കണ്ടു കാണും. അത് ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് അനുസരിച്ചാൽ വലിയ മോശമൊന്നും വരില്ല. ഒന്നുമില്ലേ, ദേവി തലയെ കൈവച്ചവനല്ലേ, പറയുന്നത് കേൾക്കൂ. ശരി, ഇനി നിങ്ങളെ ഇഷ്ടം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് രാഹുവിൻ്റെ പിഴച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരിക സ്കിന്ന് സംബന്ധമായ
ദോഷങ്ങളാണ്. തൊലിപ്പുറത്ത് വരുന്ന വലിയ രൂപത്തിലുള്ള, അത് ചെറിയ രൂപത്തിൽ വരുന്നവരുമുണ്ട്, വലിയ രൂപത്തിൽ എന്താണ് സിറോസിസ് എല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചു പോകുന്ന ആൾക്കാരില്ലേ, അങ്ങനെ അത് തന്നെ പിന്നെ ആരും കാണാത്ത സ്ഥലത്താണെങ്കിൽ അവർക്ക് വലിയ വിഷയമില്ല. മുഖത്തൊക്കെ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടി പോകുന്ന ആൾക്കാരില്ലേ, ചില ആൾക്കാർ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ലെവലൊക്കെ താണു പോകും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ. അത് പല രൂപത്തിലുണ്ട്. സോറിയാസിസൊക്കെ പല രൂപത്തിലുള്ള സോറിയാസിസ് ഉണ്ടല്ലോ. ചിലർക്കത് രൂക്ഷമാവും, പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലൊക്കെ അത് അവരെ ബാധിച്ച് കളയും. ചിലർക്ക് എല്ലാം നമ്മുടെ മനസ്സാണ്, നമ്മൾ നിസ്സാരമായി കണക്കിലെടുത്താൽ ഒന്നുമില്ല, അതത്രയേ ഉള്ളൂ. അത് പകരുന്ന രോഗമല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ആരും മറ്റുള്ളവരെ അതിനെ കൊണ്ട് ഉപദ്രവിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. പകർച്ചവ്യാധിയാണെങ്കിൽ മറ്റുള്ളവരെ അയ്യോ ഞാൻ നിമിത്തം മറ്റേ ആൾക്ക് വിഷമോ, അങ്ങനെയില്ല. അത് പലർക്കും അറിയില്ല, ഇത് പകരുന്ന രോഗമല്ല. അതുകൊണ്ടാണ് അത് മുജ്ജന്മദോഷത്തിൽപ്പെട്ട രോഗമാണെന്ന് പറയുന്നത്. പിന്നെ പൊതുവെ അത് അപൂർവം ചിലർക്ക് മാത്രമാണ് സോറിയാസിസൊക്കെ വരുന്നത്. അല്ലാതെ പിന്നെ സ്കിൻ ഡിസീസ്, അതായത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ പൊതുവായിട്ട് കണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഈ രാഹുദശാകാലത്ത് അത്യധികം ഹൈജനിക്കായിട്ട് ജീവിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലരും അക്കാര്യത്തിൽ അതിലും ഭയങ്കരമായി കുളിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും രാഹു പിഴച്ചവർക്ക്. വീട്ടിൽ രാഹു ഉള്ളവർ അവരെ അമ്മ വൈകുന്നേരം രാവിലെയൊക്കെ ഇങ്ങനെ കുത്തി പറയണം കുളിക്കടാന്ന്. ആണായാലും പെണ്ണായാലും കുളി കട്ട് ചെയ്യും. അതാണ് ഏറ്റവും ഭയങ്കരം. അതിൻ്റെ ദോഷവശങ്ങൾ കൂടും അന്നേരം. ഞാനതും അതിൽ പറഞ്ഞുതരാം. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. പറഞ്ഞോളൂ. 1974 നവംബർ 4 രാത്രി 10:30. അച്ചടി ഭാഷയാണല്ലോ. 10:30. ഓക്കെ, ആരുടേതാണെന്ന് പറയൂ. എൻ്റെ തന്നെയാ. ഓ, തിരുവാതിര നക്ഷത്രം. ഹലോ. അതെ, തിരുവാതിരയാണ്. പിന്നെ വർത്തമാനം ഇങ്ങനെയല്ലാതെ ഇരുന്നാലേ അത്ഭുതമുള്ളൂ. തിരുവാതിര അങ്ങനെയല്ല, ഭയങ്കര വാക്ചാതുര്യമല്ല, അതറിയില്ലേ? നക്ഷത്രപ്രകാരം നിങ്ങൾക്ക് വളരെ വാക്ചാതുരി കൂടുമെന്നാണ്. ഇപ്പം നല്ല കാലമാണല്ലോ മൊത്തത്തിൽ. അത് നിങ്ങളുടെ ശബ്ദത്തിൽ പോലും ഉണ്ടല്ലോ. നിങ്ങൾക്കിപ്പം നല്ല കാലമല്ലേ, എന്താണ് മോശം? ആരോഗ്യ പ്രശ്നമെല്ലാം തീർന്നില്ലേ? എല്ലാ ബുദ്ധിമുട്ടെല്ലാം തീർന്ന് ഇപ്പം നല്ല നിലയിൽ മുമ്പോട്ട് പോവല്ലേ നിങ്ങൾ? എന്താണ് നിങ്ങൾക്കിപ്പം ഞാൻ എന്താണ് ഞാൻ പറഞ്ഞത്? ഞാൻ ഇപ്പം ഇത്രയും നേരം വിളിച്ച് ആരോടെങ്കിലും ഇങ്ങനെ പറഞ്ഞോ സഹോദരി? നിങ്ങൾ എന്താണ് ഇങ്ങനെ? ഞാൻ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം എന്താണ്? നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു, നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് ട്രാക്കിലാണ്. വളരെ അതെല്ലാം ചെറിയ മട്ടിലുള്ള ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേന്ന്. ഇത് ആരെ കെട്ടിവെച്ചിട്ട് ആരാണ് കളിക്കുന്നത്? അത് അംബാനി അദാനീനെ പോലെയുള്ള അത് ഇപ്പോൾ അദാനീനെ അമേരിക്കയിൽ പോയി പെട്ടുപോകുന്നറിയില്ല, അയാൾക്ക് മാറണ്ട. അതെല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുന്നേ. നിങ്ങൾ ഈ വെറുതെ പിന്നെ ചെറിയ സാമ്പത്തിക ഇത് എൻ്റെ ഒരു ഫലം. നിങ്ങൾ കടൽ നീന്തി കടന്നു വന്നവളാണ്. കൈത്തോട് മാത്രമാണ് നിങ്ങളെ. അത് കൈത്തോട് സാരി കുറച്ച് പൊന്തിച്ച് പിടിച്ച് അങ്ങ് കടക്കാനല്ലേ ഉള്ളൂ. കൈത്തോടല്ലേ അത്. കടൽ നീന്തിയവൾക്ക് കൈത്തോടൊരു വിഷയമാണ്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ല? നിങ്ങൾക്ക് മാത്രമാണ് അത് മനസ്സിലാവുക. ഞാൻ മറ്റുള്ളവരോട് പറയാൻ അപ്പോൾ പിന്നെ എന്താണ്? ഇനി ട്രാക്കിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വണ്ടി ട്രാക്കിൽ കയറി അല്ലെങ്കിൽ പിന്നെ കപ്പൽ നീറ്റിലിറക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങ് പോയിക്കോളും. അതിന് നിങ്ങൾക്ക് വലിയ
പഴയ പോലെയുള്ള ദുരിതങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളെ എന്നും നിങ്ങൾക്ക് ഈ പിന്നെ എത്ര നല്ല കാലം വന്നാലും നിങ്ങൾ ഈ ടെൻഷൻ ഒഴിവാക്കില്ല. അത് നിങ്ങളുടെ ഒരു ജന്മദോഷമാണ്. വെറുതെ ടെൻഷൻ അടിക്കുക, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും പ്രശ്നം അത് ഞാനീ പറഞ്ഞാലെല്ലാം പെട്ടു എന്ന് കൂട്ടിക്കോ. അപ്പോൾ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ഈ ടെൻഷൻ അടിക്കാൻ മിടുക്കിയായതുകൊണ്ട് നല്ല കാലത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുക, അത് വേണ്ട. അപാരമായ ദൈവാനുഗ്രഹമുള്ള സ്ത്രീയാണ്. ഒരു എന്താണ് പറയുക, പിന്നെ കാഴ്ചയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം പിന്നെ കണ്ണടയൊക്കെ കറക്റ്റായിട്ട് മാറ്റണം, അതൊക്കെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇതൊക്കെ വർദ്ധിപ്പിക്കണം, പവറൊക്കെ. പണ്ടത്തെ പിന്നെ 0.5 1 പോരാ, ചിലപ്പോൾ അത് 1.5 ആക്കി മാറ്റേണ്ടി വരും. അത് കൃത്യമായിട്ട് കണ്ണ് ഡോക്ടറെ കണ്ടിട്ട് അത് മാറ്റിയെടുക്കണം കേട്ടോ. ബാക്കി കുഴപ്പമൊന്നുമില്ല. മോളെ കല്യാണം, ഒരാളെ കല്യാണം, 2 മക്കളെ കല്യാണം കഴിയാറുണ്ട്. അത് അവരെ ജാതകം വെച്ച് വിളിക്കൂ. അത് അവരുടെ പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ നോക്കാലോ. ഇനി അതല്ല, നേരിട്ട് 2 പേരുടെ കല്യാണം നടക്കാനുണ്ട്, പെൺകുട്ടികളല്ലേ. അപ്പോൾ പിന്നെ എന്താ മനം കവരുന്ന പെൺകുട്ടികൾ എന്നാണ്. നിങ്ങളുടെ ജാതക ഫലപ്രകാരം ഈ പെൺകുട്ടികൾ വളരെ നല്ല നിലയിലെത്തുമെന്നാണ്. ഇപ്പം തന്നെ അങ്ങനെ ഒരുത്തി അങ്ങനെ എത്തിയില്ലേ? അതെ, അവള് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്ന ഡോക്ടറാണ്. അതന്നെ, അതാ ഞാൻ പറഞ്ഞത്. പിന്നെ എന്തോന്ന് ഹിന്ദുലാല് പറഞ്ഞാൽ പിന്നെ എന്ത് പിഴക്കുന്നു? നിങ്ങളെന്ത് ഇങ്ങനെ? അവരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കണമെങ്കിൽ നോക്കാം. അത് പിന്നെ വേറെ, പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നോക്കാം. ഏതായാലും നിങ്ങളുടെ പിന്നെ ഇന്നിപ്പം നോക്കിയതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ജാതകം ഇതാണ്. എനിക്ക് നല്ലത് പറയാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇല്ലാതെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരോട് അവർ കാര്യങ്ങൾ പറയുന്നു. നിങ്ങളോടിപ്പോൾ ഞാൻ ഒരു പരിഹാരവും പറഞ്ഞില്ല, ഒരു ദോഷവും പറഞ്ഞില്ല. അത് സത്യാന്തമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദീർഘേശ്വരന്മാരെ ദേഷ്യം പിടിക്കുമെന്ന് ഞാൻ പണ്ടേ പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ മോശ സമയം കഴിഞ്ഞു, നിങ്ങളിപ്പം നല്ല കാലമാണ്. ഇനി നിങ്ങൾക്ക് മോശമൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് ഇവിടെ കാണുന്നില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ഈ മരിച്ച മോക്ഷം വരെ കിട്ടുന്ന ജാതകമാണ്. അതാരെങ്കിലും പറഞ്ഞിനോ? അതല്ല ദൈവാനുഗ്രഹം ഭയങ്കരം, അതല്ല മരണത്തിന് ശേഷം മോക്ഷമുണ്ട് ഈ ജാതകത്തിൽ. അത് ആരും പറഞ്ഞില്ലല്ലോ. അത് നിങ്ങൾക്കും എനിക്കും അത് നിങ്ങൾക്ക് അറിയാനാവില്ല. നിങ്ങളെ മോക്ഷം കിട്ടുന്നത് നിങ്ങളറിയില്ലല്ലോ. ജ്യോതിഷപരമായിട്ട് ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത്. വടിയായിക്കഴിഞ്ഞാൽ മോക്ഷം. ആയിക്കോട്ടെ, നന്നായി വരട്ടെ. ഓക്കെ, ദേവി രക്ഷിക്കട്ടെ. ഓക്കെ. അപ്പോൾ അതായത് രാഹു എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പിഴച്ചാൽ അവരുടെ ഈ സ്വഭാവത്തിൽ, പിന്നെ ലഹരി പദാർത്ഥങ്ങളോട് ഭയങ്കരമായ ആസക്തി രാഹു ദശ നടക്കുന്നവർക്ക് പൊതുവേ ഉണ്ടാകും. പിഴച്ച രാഹുക്കാർക്ക് പറയുകയും വേണ്ട. അത് വെറും ലൈറ്റ് കള്ളവും മറ്റൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ബിയറൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒതുങ്ങിയാൽ സമാധാനം. ഹോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് വാഹനവും എടുത്ത് പോയാൽ അപകടം വരും. പിന്നെ കേസിൽ കുടുങ്ങും. രാഹുവിന് അത് പ്രത്യേകമുണ്ട്. അഷ്ടമരാഹുവിൽ ജയിൽവാസം നിർബന്ധമായിട്ട് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അത് അഷ്ടമരാഹുവിൻ്റെ മാത്രം പ്രത്യേക ബലമാണ്. 9ലെ രാഹുവിനും ഒരു പരിധിവരെ അത് കാണുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും അതൊക്കെ ഒന്ന് രാഹുദശ നടക്കുന്നവരാണെങ്കിൽ എന്നെപ്പോലെയുള്ള ജ്യോതിഷികളെ കണ്ടിട്ട് ഇതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചിലരുടെ എല്ലാവർക്കും ഒരേപോലത്തെ ഫലങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫുഡ് പോയ്സൺ, പിന്നെ അതേപോലെ ഇഴജന്തുക്കളിൽ നിന്നും അപകടം വരിക, പാമ്പ്, തേള്, ഇങ്ങനെയുള്ള ജീവികൾ നമ്മളെ കടിച്ചു കളയുക. ഇപ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും വെളിച്ചമൊക്കെ ഉണ്ട്. അതൊക്കെ പണ്ടത്തെ പോലെ കാടൊന്നുമില്ല. അതുകൊണ്ടിപ്പോൾ അത്തരത്തിലുള്ള ഭയങ്ങളൊന്നും ഇപ്പോൾ അധികം ആവശ്യമില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലായിരുന്നു അതൊക്കെ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ. പിന്നെ വണ്ടിയിലാണ് പോയി വരുന്നത്. എങ്കിൽ കൂടിയും വണ്ടിയിലും കയറി ഇരിക്കാം. പാമ്പൊക്കെ ചെറിയ പിന്നെ മോട്ടോർ ബൈക്കിലും മറ്റൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയറി കടിച്ചായല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം.
ഇത് ഇത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ രാഹുദശ നടക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവും. പിന്നെ മദ്യാസക്തി, അതിനേക്കാൾ ഉപരിയായിട്ട് പുകവലിച്ചാലാണല്ലോ, മദ്യത്തിനല്ലല്ലോ ദോഷം. ശരിക്കും ദോഷം കൂടുതലുള്ളത് സ്മോക്കിങ്ങിനാണ്. മദ്യം നല്ലതെന്നല്ല പറയുന്നത്. ഈ ഹൃദ്രോഗത്തിൻ്റെയൊക്കെ 100% കാരണത്തിന് ഏറ്റവും പ്രധാനമായ കാരണമായിട്ട് നല്ല ഡോക്ടർമാർ പറയുന്നത് പുകവലിയാണല്ലോ. ഒരു കമ്പനിക്ക് വേണ്ടി ഒരു പെഗ് അടിച്ചാൽ അത് വലിയ കുഴപ്പമില്ല, പക്ഷെ പുകവലിക്കുന്നവന് ഉറപ്പാണ് ഹൃദയം പണി തരും. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ദുബായിൽ വെച്ച് മരിച്ചു പോയ 10-18 പേരുടെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. സത്യമായിട്ടുള്ളതാണ് പറയുന്നത്. എല്ലാം 55 വയസ്സിന് ചോടെയുള്ളവരാണ് മരിച്ചത്. 32 മുതൽ 55 വരെയുള്ള. എൻ്റെ അടുത്ത് വരുന്നവരും അവരുടെ ബന്ധുക്കൾ വരുന്നതൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഞാൻ അവരെ മൊത്തം പഠിച്ചപ്പോൾ അതിൽ ഒരാൾ മാത്രമേ പുകവലിക്കാത്ത ആളുണ്ടായിരുന്നുള്ളൂ. ഇത് ഒരിതും നുണയും പറയുന്നതല്ല, കൃത്യമായിട്ട് പറയുന്നതാണ്. ഇതിനിടെ 44-48 വയസ്സുള്ള എൻ്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുടെ, അവളെന്നെ അങ്കിളെന്നാണ് വിളിക്കുക, ആ കുട്ടിയുടെ ഭർത്താവ് 44 വയസ്സേ ഉള്ളൂ. അവൾക്കൊരു 36 വയസ്സ്, മരിച്ചുപോയി. അവൾ പറയും, ഞാൻ പണ്ട് അവനെ 2 കൊല്ലം വലി നിർത്തിയിരുന്നു, അത്രമാത്രം ഭയങ്കരമായിട്ട് ഉപദേശം കൊടുത്തിട്ട്. അന്ന് അവൾ വന്നിട്ട് കരയാണ്. അങ്കിള് പറഞ്ഞപ്പോൾ അന്ന് 2 കൊല്ലം നിന്നിരുന്നു, പിന്നെയും തുടങ്ങി 4 പേക്കൊക്കെ വലിക്കുക. അപ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകത. സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഗൾഫിൽ പോയാൽ ചിലപ്പോൾ 1-2 വലിച്ചു പോകും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂമിലിങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം വരും. അതാണ് ഈ പലരെയും പുകവലിക്കാൻ ഇടവരുത്തുന്നത്. അത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. അത് ഏതായാലും ആരെങ്കിലും പുകവലിക്കുന്നുണ്ടെങ്കിൽ രാഹുദശയിൽ ഇത് താല്പര്യം കൂടും. പിന്നെ കഞ്ചാവ് MDMA എല്ലാം അടിച്ച് പിന്നെ ചാകുന്നതിന് ഞാനൊന്നും പറയുന്നില്ല. അതല്ലാതെ സാധാരണ സിഗരറ്റ് വലിച്ചാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോഴത്തെ ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം പുകവലിയാണെന്ന് മനസ്സിലാക്കണം. അത് മറ്റ് പല കാരണങ്ങളും കോവിഡിൻ്റെ പിന്നെ ഇതൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാതെ ഒരു കാര്യവും ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരുന്ന് പറയില്ല. അത് പിന്നെ വാക്സിൻ്റെ പ്രത്യാഘാതമാണെന്നൊക്കെ പറയുന്നു. അതൊന്നും സയൻറ്റിഫിക്കായി തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ട് പുകവലിയാണ്. പിന്നെ സ്ട്രെസ്സ്, പിന്നെ മറ്റൊന്ന് ഈ പറയുന്ന ഉറക്കത്തിൻ്റെ കുറവ്, വ്യായാമമില്ലായ്മ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാരണം പ്രധാനമായിട്ട് ഇത് ഒഴിവാക്കാം. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും പറയാം. നമ്മൾ ഇന്ന് 2-3 സ്ഥലത്ത് രാഹു നിൽക്കുന്നതിനെക്കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ. വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്ന രാഹു ഉണ്ട്, അതിനെക്കുറിച്ച് അടുത്ത ആഴ്ചയും പറയാം. ഏതായാലും ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും അതേപോലെ പരിഹാര കർമ്മങ്ങൾ അതിൽ വിശ്വാസമുള്ളവർ മാത്രം മതി, വിശ്വാസമുള്ളവർ മാത്രം വന്നാൽ മതി. അത് ആരെയും നിർബന്ധിക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ പരിഹാരങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് വരാം. പിന്നെ ബുക്ക് ചെയ്തിട്ട് മാത്രമേ ഞാനിപ്പോൾ ആളുകളെ ബുക്ക് ചെയ്തവരെ മാത്രമേ കാണുന്നുള്ളൂ. എല്ലാത്തിനും ഉപയോഗിക്കേണ്ടത് ഇവിടെ കാണുന്ന 9388504419 എന്നുള്ള നമ്പറാണ്. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് ബലം അറിയാനും നിങ്ങൾക്ക് സൗകര്യമുണ്ട്. വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ച് ഗൂഗിൾ പേ വഴി ദക്ഷിണ തന്നാൽ അതും പറഞ്ഞു തരും. ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.